പ്രതിപക്ഷ സർവീസ് സംഘടനകളിലെ ജീവനക്കാരെ സ്ഥലം മാറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഭീഷണിയുമായി INTUC നേതാവ് KSFയിലെ സർക്കാർ അനുകൂല സംഘടനയിൽ ചേർന്നില്ലെങ്കിൽ ചിലതൊക്കെ ഉണ്ടാകുമെന്ന് FEEA കോഴിക്കോട് ജില്ലാ ട്രഷറർ A രാജേഷിന്റെ ഭീഷണി സന്ദേശം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഞങ്ങൾ ഓപ്പണായിട്ട് പറയുന്നു, നമ്മൾ യൂണിയൻ ചെയ്തു, എല്ലാം നേടിത്തരാം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്, വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊന്നും കാണുന്നവരൊന്നും മറക്കുന്നില്ല, ഞാനും മറക്കില്ല. അത് തന്നെയാണ് പരസ്യമായിട്ട് പറയും, ഇങ്ങോട്ട് വന്നോളൂ. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആൾക്കാർ ഒരുപാട് SIലുണ്ട്, തിരിച്ചു വരാൻ പറയും. തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു തർക്കമൊന്നുമില്ല, എല്ലാം നടത്തുന്നുണ്ട്. ഒരു വിഷയം വേണ്ട കാര്യത്തിൽ. കഴിഞ്ഞ 10 വർഷം ഏറെ അനുഭവിച്ചതാണെന്നും പകരത്തിന് പകരമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലെന്നും രാജേഷ് ന്യൂസ് മലയാളത്തോട്. ഇതിപ്പം ഈ മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗമാണോ നിങ്ങൾക്ക് പ്രചോദനമായ ഇങ്ങനെ സംസാരിക്കാൻ? മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണോ നിങ്ങൾക്ക് പ്രചോദനമായേ? 10 വർഷം ഇവര് കാട്ടിക്കുട്ടി എന്താണെന്നറിയോ? അപ്പൊ അതിനെയായി ഞങ്ങളെ പീഡനങ്ങൾ അനുഭവിച്ച ആൾക്കാരുണ്ട്. അതുപോലെ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. ഭരണം മാറിയപ്പോ അവർക്ക് പിന്നെ സൗകര്യപ്രദമായ സ്ഥലങ്ങൾ വേണം, ഞങ്ങൾ സ്ഥലം മാറ്റരുത്. ഇപ്പം സ്ഥലം മാറ്റൂല, നിങ്ങൾ ഞങ്ങളെ യൂണിറ്റ് സ്ഥലം മാറ്റൂല. ഞങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതാണോ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം വന്നത്? അതാണെന്ന് ചോദിക്കാം. ധൈര്യം പണ്ടേ ധൈര്യമുണ്ട്. ഞങ്ങൾ ഈ മീറ്റിങ്ങുകളൊക്കെ സാറ് പറയാറുണ്ട്, വീഡിയോ പറയാറുണ്ട്. നിങ്ങളെ അനുഭവിച്ചതൊക്കെ കണക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. പ്രസാദ്, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പരിപാടിക്കിടയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ സ്ഥലം മാറ്റത്തിന് തയ്യാറായി ഇരുന്നോളൂ എന്ന കാര്യം പറയുന്നത്. അപ്പോൾ പ്രസാദ് അദ്ദേഹത്തോട് ചോദിച്ച പോലെ തന്നെ ഒരുപക്ഷെ അതിലൊരു പ്രചോദനമായിരിക്കും ഈ ഭീഷണിക്ക് പിന്നിൽ. സേതു, അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇത് ആവർത്തിച്ച് പറയുന്നതാണ്, ഞങ്ങളൊന്നും മറന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിന് ശേഷമാണ് ഈ ഓഡിയോ സന്ദേശം വരുന്നത്. അദ്ദേഹം പറയുന്നത്, ഇത് മുമ്പും VD പറയുന്നതാണ്, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. ഈ സംഭവം എന്ന് പറയുന്നത് കോഴിക്കോട് KSFയുടെ ഭാഗമായിട്ടുള്ള ജീവനക്കാരെ ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പലരെയും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് രാജേഷ്, INTUCയുടെ നേതാവാണ് KSFയുടെ സംഘടനയുടെ. ആ രാജേഷ് പറയുന്നത്, ഞങ്ങളൊന്നും മറന്നിട്ടില്ല, നിങ്ങൾ ഞങ്ങളുടെ യൂണിയനിൽ ചേരൂ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ല എന്നുള്ളതാണ്. പല ആളുകളെയും ഈ ട്രാൻസ്ഫർ നോംസ് 2022 നിലവിൽ വന്നതാണ് KSFE. അപ്പം അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് 5 സ്ഥലങ്ങൾ അവർക്ക് ഓപ്ഷനായി നൽകാനുള്ള അവസരമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ എല്ലാവരെയും പ്രതിപക്ഷ സംഘടനകളിൽ പല ആളുകളെയും തോന്നിയതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭീഷണി, നിങ്ങൾ ഞങ്ങളുടെ യൂണിയനിലേക്ക് വന്നോളൂ, അതല്ല എങ്കിൽ എന്താണ് സംഭവിക്കാൻ അറിയില്ല എന്നത് വ്യക്തമായി ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത്. ശരി പ്രസാദ്, ശരി. അപ്പോൾ ഒന്നും മറക്കില്ല രാമ എന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പം അതിനെ അതൊരു പ്രചോദനമായിട്ട് ഇവരൊക്കെ ഉൾക്കൊണ്ട് അവരും അവരുടെ നിലയ്ക്ക് ഭീഷണിയൊക്കെ മുഴക്കുകയാണ്.